ഫ്രണ്ട്സ്, ഫിഷ് ഫാമിങ്ങിലെ നൂതന ടെക്നോളജിയായ റാസ് സിസ്റ്റം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൈത്താങ് എന്ന ഒരു ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴിലാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം തുടങ്ങിയിട്ടുള്ളൂ, ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. ഫ്രണ്ട്സ്, കൈത്താങ് എന്ന ഈ ഒരു കൂട്ടായ്മയുടെ 2 പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇക്ക, എങ്ങനെ പേരെങ്ങനെയായിരുന്നു? ഫൈസൽ അല്ലേ? ഇക്ക അബ്ദുൽ ഖാദർ അല്ലേ? ഇക്ക, ഇപ്പം ഇങ്ങനൊരു സെറ്റപ്പ് നിങ്ങൾ കൈത്താങ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു റാസ് സിസ്റ്റം ഒക്കെ തുടങ്ങാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ മുന്നേ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഭാവിയുടെ കരുതൽ കുടിവെള്ളത്തിൽ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഞങ്ങൾ 4 വർഷത്തിന് മേലെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കീഴിൽ ഞങ്ങൾ പല ആളുകളെയും ഈ പാവപ്പെട്ട ആളുകൾക്കും അതേമാതിരി വല്ല അസുഖങ്ങളൊക്കെ വന്നവർക്കൊക്കെ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് കണ്ടെത്താറുണ്ട്. അത് ഞങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ നമുക്കൊരു ഷോപ്പ് വേറെ ഉണ്ട് കൈത്താങ്ങിൻ്റെ കീഴിൽ. അതിൻ്റെ വരുമാനവും ഇപ്പോൾ അത് ചെയ്യാതെ വരുന്നത് കാരണത്താൽ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി എന്ന നിലക്ക് ഞങ്ങൾ ഇപ്പോൾ ഈ മീനിൻ്റെ പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെയുള്ള മൻസൂർ ഭായ് കോഴിക്കോടുള്ള അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനുള്ള ചിലവൊക്കെ നിങ്ങളെല്ലാവരും കൂടി ഇട്ടിട്ടുണ്ടാവും? ഞങ്ങൾ കൂട്ടായ്മ എടുത്താണ് അല്ലേ? ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞല്ലോ ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് ആരായിരുന്നു? അത് മൻസൂർ ഭായ് കോഴിക്കോട്. കൈത്താങ്ങിലുള്ള മെമ്പറായിട്ടുള്ള മൻസൂർ ഭായ് ആണ് നിങ്ങളെ. അപ്പോൾ പുള്ളി ആരാണ് കോണ്ടാക്ട്? പുള്ളി ഇവിടെ വന്നിരുന്നോ? എങ്ങനെ പുള്ളിയാണ് സെറ്റ് ചെയ്തത്? എങ്ങനെയാണ് സംഭവം? അല്ല, മൂപ്പര് നമുക്കൊരാളെ വിട്ടു വന്നാണ്. പുള്ളി ചെയ്യുന്ന ഒരു ടെക്നീഷ്യനായിട്ട് മിഥുൻ എന്ന് പറഞ്ഞത്. മിഥുൻ അല്ലേ? പെരുമ്പാവൂരുള്ള മിഥുനാണ് ഈ ഒരു ടെക്നോളജി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ മൻസൂർ ഭായ് പുള്ളിയുടെ കോണ്ടാക്ട് തന്നിട്ട് ഇങ്ങനെ പുള്ളി ഇവിടെ വന്നിട്ട് ആദ്യം കണ്ടപാടന്നെ സെറ്റ് ചെയ്യണം ചെയ്ത്. നമ്മള് വെള്ളം ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റാണ്, pH ഒക്കെ നോക്കി. അപ്പോൾ നമ്മൾ ഏരിയയിലേക്ക് പറ്റുന്ന വിധത്തിൽ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തു. ഓക്കെ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? കുറച്ചില്ലായിട്ടുള്ളൂ? നമുക്കിപ്പോൾ ഒരു മാസം ആവുന്നുള്ളൂ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തല്ലേ? ഇപ്പോൾ അതിന്റെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടില്ല. ഇനിയും കുറച്ചും കൂടി വർക്കുകൾ എടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള. ഇക്ക, ഏതൊക്കെ തരം മീനുകളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്? ഇതിലിപ്പോൾ 8ഓളം ഐറ്റംസ് ഉണ്ട്. ഇതില് റെഡ് തിലാപ്പിയാണ് ഈ ടാങ്കിലുള്ളത്. ഇതില് റെഡ് തിലാപ്പിയ. അതെ. ഓക്കെ. പിന്നെ നെട്ടർ ഉണ്ട്. പിന്നെ അതിലൊക്കെ എന്തൊക്കെയുള്ളത്? MST ഉണ്ട്, വാളുണ്ട്, അനാബസ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഇതുണ്ട്, ഡാം ഗോൾഡ് അല്ലേ ഇതിലുള്ളത്? ഓക്കെ. പിന്നെ വേറെ ഏതുള്ളത്? മിൽക്കി കാർപ്പ് ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്, ഇപ്പോൾ കൊടുന്നിറക്കിയിട്ടുള്ളത് ഈ ഒരു സിസ്റ്റത്തിലുള്ളതാണ്. ഇതിപ്പോൾ എത്ര? 2, 4, 5, 10 ടാങ്ക് ഉണ്ടല്ലേ? ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വിൽക്കാനാണോ? എങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ്? നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ കൊടുക്കുന്നത്, ആളുകൾ വളർത്താൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ വലുതാക്കിയിട്ടുള്ള ഇതല്ല. കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആളുകൾക്ക് സപ്ലൈ ചെയ്യാം. ഒരുപാട് ഓർഡറുകൾ നമുക്കുണ്ട്. ഇപ്പം ഫ്രണ്ട്സ്, ഈ ഒരു റാസ് യൂണിറ്റിൽ ഹൈ ഡെൻസിറ്റിയിലാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം 10ഓളം ടാങ്കുകളിലായിട്ട് ഒരു ടാങ്കിൽ ഏകദേശം 1000 മുതൽ 2000 കുഞ്ഞുങ്ങൾ വരെ നിക്ഷേപിച്ചിട്ടുണ്ട് ചില ടാങ്കുകളിലൊക്കെ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ മീനുകളെ വളർത്തി വലുതാക്കി മാർക്കറ്റ് കണ്ടെത്താനല്ല, മറിച്ച് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മീൻ കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുന്ന് നിക്ഷേപിച്ചിട്ട് അതിനെ കർഷകർക്ക് സെയിൽ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവർ ഈ ബിസിനസ് വളർത്തിയെടുക്കുന്നത്. അതിനാണ് ഇവരിവിടെ ഈ ഒരു റാസ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചകളും നോക്കാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇവിടെ ഏകദേശം 10ഓളം ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. നമുക്ക് ഒരു ടാങ്ക് തന്നെ ആയിട്ട് എടുക്കാം. ഏകദേശം ഈ ടാങ്ക് വരുന്നത് 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന IBC ടാങ്കാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം വരുന്നത്, ടാങ്കിലേക്ക് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് ഈ ടാങ്കിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എയർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഈ പൈപ്പ് വഴി വരുന്ന ഒരു എയർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഓരോ ടാങ്കുകളിലും ഇതേപോലെ ഒരു ഇന്നർ വരുന്നുണ്ട്, ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം വരെ ഒരു ഇന്നറും അതുപോലെ ഒരു എയർ സ്റ്റോണുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഇതിന്ന് ഖരാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഫിൽട്ടർ യൂണിറ്റിലേക്ക് പോകുന്ന ഒരു ഔട്ടർ ഉണ്ട്. ആ ഔട്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ചില സിസ്റ്റത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ടാങ്കിൽ സെൻട്രലായിരിക്കും നമുക്ക് ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഔട്ടർ പോകുന്ന പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇവർ സെറ്റ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള സെറ്റ് ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ
നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇവർക്ക് ചില സമയത്തൊക്കെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് മീൻ കുഞ്ഞുങ്ങളെ കോരി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടാങ്കിൽ നമ്മൾ സെൻറ്ററിൽ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല കൊണ്ട് കോരിയിട്ട് മീൻ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിൽ കൊടുത്തുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് തോന്നും, ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് തോന്നാം അപ്പോൾ എങ്ങനെ ഈ അഴുക്കൊക്കെ വലിച്ചെടുക്കുന്നത്. അതായത് ഒന്ന് ഇവിടെ എയറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ട് ആ ഒരു സൈഡിലാണ് നമ്മളെ വെള്ളം അകത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളം അകത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ആ സൈഡിലാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഒരു വെള്ളത്തിൻ്റെ ഓളുണ്ട്, ആ തലക്കുന്ന ഇങ്ങോട്ടൊരു ഓളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഫിൽട്ടർ യൂണിറ്റിലേക്ക് പോകുന്ന ഔട്ടർ പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന പാർട്ട് വരികയാണെങ്കിൽ ഈ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നേരെ താഴെ അടിത്തട്ടിക്കാണ് പോയിക്കണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഓളം ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ നിന്ന് അഴുക്കുകളൊക്കെ വലിച്ചെടുക്കാൻ സാധിക്കും. ആ വലിച്ചെടുക്കുന്ന അഴുക്ക് ഈ ഒരു പൈപ്പ് വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ, പ്രധാന കാര്യം വെച്ചാൽ ഇവിടെ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പമ്പും അതുപോലെ തന്നെ ഒരു എയറേറ്ററും മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ വാട്ടർ ലെവൽ സിസ്റ്റമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പൈപ്പ് വരുന്ന കേട്ടോ. ഇത് എല്ലാറ്റിൽ നിന്നും ഇതേപോലെയാണ് ഫിൽട്ടർ യൂണിറ്റിലേക്ക് പൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പൈപ്പുകൾ ചെന്നെത്തുന്നത് ഇവിടെ 3 ചേമ്പറായിട്ട്, അതായത് 3 ഡ്രമ്മുകളിൽ 3 ടാങ്കുകളിലായിട്ട് നമ്മൾ ഫിൽട്ടർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളൊരു അറ്റംപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിയുന്നവരത് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അതിനെ വിമർശിക്കണം. കാരണം എനിക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ചേമ്പർ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കണമെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഫിൽട്രേഷൻ യൂണിറ്റിൽ ഇവിടെ 2 മാറ്റ് കാണുന്നുണ്ട്. ഇത് എനിക്കൊണ്ട് ബയോസ്പോഞ്ചും ഇതൊരു ചകിരിച്ചോറ് പോലുള്ള സംഭവമാണ്. അങ്ങനത്തെ 2 മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ നമ്മളെ സ്ക്രബ്ബർ മാറ്റ് ഗ്രീനിഷ് കളറിലായിട്ടുള്ള ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്പോഞ്ച് മാത്രമേ ഈ ഒരു 2 സെക്ഷനിൽ കാണാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫിഷ് പോണ്ടിൽ നിന്ന് വരുന്ന ഖരാവസ്ഥയിലുള്ള അഴുക്കിനെ നീക്കം ചെയ്യാനാണ് ഫസ്റ്റ് 2 യൂണിറ്റുകൾ സെറ്റ് ചെയ്യുള്ളത്. മൂന്നാമത്താണ് മെയിൻ ചേമ്പർ, അവിടെയാണ് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉപയോഗിച്ചുള്ള ഒരു ബാക്ടീരിയയാണ് ഇത്. ഡിട്രോഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന, അതായത് ഖരാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ ഈ ബാക്ടീരിയാസ് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യൂസ് ചെയ്യുന്ന ഈ സ്ക്രബ്ബർ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ബാക്ടീരിയാസ് അടിഞ്ഞു കൂടും. അതുപോലെ തന്നെ ഇതിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെയുള്ള ഈ സ്പോഞ്ചിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഇത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് നമ്മൾ ഒരു ബ്രിക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ അലുവ പോലെയൊക്കെ ഇത് നന്നായിട്ട് കട്ട പിടിക്കും. ആ സമയത്ത് ഇതെടുത്തിട്ട് പുറത്തെടുത്തിട്ട് വാഷ് ചെയ്താൽ മതിയാവും. ഈ 2 ഫിൽട്ടർ യൂണിറ്റിൽ നിന്നും ഖരാവസ്ഥയിലുള്ള വസ്തുക്കളൊക്കെ തടഞ്ഞിട്ട് പിന്നീട് വെള്ളം മൂന്നാമത്തെ ചേമ്പറിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചേമ്പറിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അമോണിയ, അതുപോലെ തന്നെ നൈട്രേറ്റ്, ഇങ്ങനെയുള്ള ലിക്വിഡായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇതിലേക്ക് പോകും, മൂന്നാമത്തെ ചേമ്പറിലേക്ക് പോകും. ഇനി മൂന്നാമത്തെ ചേമ്പറിലാണ് മെയിൻ കാര്യങ്ങൾ നടക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ മൂന്നാമത്തെ മെയിൻ ചേമ്പർ. ഇതിൽ മോട്ടർ വെച്ചിട്ടുള്ളത് എത്ര? ഈ മോട്ടറാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഈ മോട്ടർ വെച്ചിട്ടുള്ളത് അല്ലേ? ഇതിൻ്റെ കപ്പാസിറ്റി മണിക്കൂറിൽ 10,000 ലിറ്റർ. മണിക്കൂറിൽ 10,000 ലിറ്റർ വരുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ആ സൈഡിലുണ്ട്. ഓക്കെ മണിക്കൂറിൽ 10,000 ലിറ്റർ തള്ളുന്നല്ലേ? ഈ ഒരു പമ്പ്, ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പമ്പ് ഈ പൈപ്പ് വഴിയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പൈപ്പ് വഴി ഇത് ഇങ്ങനെ നേരിട്ട് ഓരോ പോണ്ടിലേക്കും അവിടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എക്സസ് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഇതിലേക്ക് തന്നെ ചാടുന്നത് കേട്ടോ. കാരണം അത്രയും കപ്പാസിറ്റി ആയതുകൊണ്ടാണ് അത് തിരിച്ച് അതിലേക്ക് തന്നെ ചാടുന്നത്. ഡിട്രോഡൈജസ്റ്റ് എന്ന ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം ഈ മൂന്നാമത്തെ ഫിൽട്ടർ യൂണിറ്റിലും നടക്കുന്നുണ്ട്.
പിന്നെ പോരാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖരാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് ലിക്വിഡായിട്ടുള്ള അഴുക്ക്, അതായത് അമോണിയം നൈട്രേറ്റുമാണ് ഇതിലേക്ക് വരുന്നത്. ഇവിടെ K1 മീഡിയ വഴി അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് എയർ ഡിഫ്യൂസർ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതുവഴി ഇവിടുത്തെ അമോണിയ അതുപോലെ തന്നെ നൈട്രേറ്റ് ഒക്കെ നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലോ നന്നായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി മാത്രമല്ല, എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഇതിലേക്ക് തന്നെ കടത്തി വിടുന്ന വഴി ഇതിൽ നല്ല സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ യൂണിറ്റിൽ ഇപ്പോൾ 1 ഗ്രാം അമോണിയ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 5 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യാൻ ഇവിടുത്തെ ഈ എയർ സർക്കുലേഷൻ, അതായത് എയർ ഡിഫ്യൂസറിൻ്റെ പ്രവർത്തനം, ഈ എക്സസൈസ് വരുന്ന വെള്ളത്തിൻ്റെ പ്രവർത്തനം, ഈ സർക്കുലേഷന്, ഇതെല്ലാം അതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഈ ഫിൽട്ടർ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതികളാണ്. മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാനും പകർത്താനും ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുകൂടാതെ ഇനി നമുക്ക് ഈ യൂണിറ്റ് സെറ്റ് ചെയ്തുള്ള ടെക്നീഷ്യൻ മിഥുൻ സാറ് നമ്മൾ സംസാരിച്ചു. അപ്പോൾ മിഥുൻ സാർ നമ്മൾ പറഞ്ഞത് ഈ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലുള്ള ഒരു UV ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയാസും ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ആ വെള്ളമാണ് നമ്മൾ അകത്തേക്ക് ഫിഷ് പോണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബാക്ടീരിയാസ് അകത്തേക്ക് പോവുകയാണെങ്കിൽ അത് UV ലൈറ്റ്സിൻ്റെ ഒരു പ്രവർത്തനം വഴി നമ്മളത് കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അതായത് 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്ന ഏക എയറേറ്റർ ഇതായിട്ട് ഇതിൻ്റെത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 120 ലിറ്റർ പെർ മിനിറ്റാണ്. അതുപോലെ തന്നെ 90 വാട്ട്സിൻ്റെ എയറേറ്ററാണ് ഇതുള്ളത്. അതിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ അതിൽ തന്നെ ഉണ്ട്. ഈ ഒരു എയറേറ്റർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മോട്ടർ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ കൈത്താങ്ങിൻ്റെ കീഴിൽ ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ ഫിഷ് ഫാമിങ്ങിൻ്റെ? ഫിഷിൻ്റെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാണുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഷോപ്പ് വേറെ ഉണ്ട്. അതിപ്പോൾ പുത്തനത്താണി മദ്രസമ്പടിയിലാണ്, തിരുനാവായ റോഡിലുള്ള മദ്രസമ്പടിയിൽ ഞങ്ങളൊരു ഷോപ്പുണ്ട്. അതും കൈത്താങ്ങിൻ്റെ കീഴിൽ ചാരിറ്റിക്ക് വേണ്ടി തന്നെ അതും പ്രവർത്തിക്കുന്നത്. ഫസ്റ്റത്തേത് അതാണ്. ഇത് രണ്ടാമത് പുതിയ ഒരു സംരംഭം തുടങ്ങിയതാണ്. അവിടെ എന്താ ഉള്ളത്? അവിടെ എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും ഉണ്ടോ? അവിടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി വളർത്തലുമായിട്ടും അതേമാതിരി മത്സ്യം വിപണിയിലും അതേപോലെയുള്ള ഐറ്റംസുകൾ, അതേമാതിരി ഇൻക്യുബേറ്റർ സംബന്ധമായ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. പോളിട്രി സംബന്ധമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും കൊടുക്കും. നിങ്ങളെ പരസ്യം നല്ലൊരു വൈറലായ പരസ്യം എല്ലാവിധ മത്സ്യ കർഷകരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. കൈത്താങ്ങിൻ്റെ മറ്റേ അവിടെ ഇരിക്കണത് കാണാൻ പറ്റും. ആ പച്ച എന്താ പറയുക ടാങ്ക്, അങ്ങനെ പരസ്യം നല്ല വൈറലായതായിരുന്നു. മറ്റേ ആ ഒരു അത് ഇപ്പോഴും നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. മൂവിങ്ങളുണ്ട്. ഓക്കെ. കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മളെ കൈത്താങ്ങിൻ്റെ ഭാവി പരിപാടികൾ? ഈ ഒരു സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും എങ്ങനെ പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ? അതെ, നമുക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയാണ് ഇപ്പോൾ. ഇത് നമ്മൾ അലങ്കാര മത്സ്യങ്ങൾ തന്നെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇത് മൊത്തം ഇപ്പോൾ നമ്മൾ ചാരിറ്റിക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താനുള്ള എല്ലാ ഇതും തന്നെ കിട്ടണം. അപ്പോൾ അതിന് ഷോപ്പ് വിപുലീകരിക്കുക. ഇതും പിന്നെ നമ്മൾ വിദേശത്താണ്, നമ്മളെ ബാക്കിയുള്ള എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകളും വിദേശത്താണ്. അവരൊക്കെ പരമാവധി ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരസ്യങ്ങൾ എല്ലാ വിഷ്വൽ മീഡിയകളിലും എല്ലാവരും നമ്മൾ എത്തുന്നുണ്ട്. അതിൻ്റേതായ എൻക്വയറി നമുക്ക് വരുന്നുണ്ട്. പരമാവധി നമ്മളത് ആളുകളെ ആ ലെവലിൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ചാരിറ്റിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ഇപ്പോൾ വിദേശത്തൊക്കെ നിങ്ങൾ ഒരുപാട് ആളുണ്ട്. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പ് ഇപ്പോൾ ചാരിറ്റിയിൽ 26 പേരാണ് ഞങ്ങളുള്ളത്. ഈ കൈത്താങ്ങിലുള്ളത് 26 പേരാണ്. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പ് 2-3 ഗ്രൂപ്പ് വേറെ ഉണ്ട്. അതിലൊക്കെ ഒരുപാട് ഫുൾ മെമ്പർമാരുണ്ട്. അവരൊക്കെ സഹായം നമുക്ക് വരാറുണ്ട്. എല്ലാവരും സഹായമുണ്ട്, സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ് തന്നെ ഇവിടെ സെറ്റാക്കി. 26 പേരുള്ളൂ നിലവിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. 26 പേര്. ഓക്കെ, ഒരു 26 പേര് കൂടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കൈത്താങ്ങിന് വേണ്ട സഹായ സഹകരണങ്ങൾ മറ്റുള്ള ഒരുപാട് പേര് ചെയ്യാറുണ്ടല്ലോ. ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പരസ്യം ഷെയർ ചെയ്തിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിലിപ്പോൾ അധികട്ട മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ മാംസാവശ്യത്തിന് യൂസ് ചെയ്യുന്ന മത്സ്യങ്ങളാണ് കർഷകർക്ക് വളർത്തി വിൽക്കുക എന്നുള്ളത്. എല്ലാ അലങ്കാര മത്സ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്ക് ഇപ്പോൾ ഇതിന്റെ കഴിഞ്ഞ കഴിഞ്ഞാൽ അത് തുടങ്ങുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അതേ മോട്ടോർ അതേപോലെ ഫിൽട്രേഷൻ ആ സംഭവമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒക്കെ നമ്മൾ ഷോപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ. അതൊക്കെ നമ്മൾ ഷോപ്പിൽ എല്ലാം വിൽപ്പനക്കുള്ളുണ്ട്. ഓക്കെ. അപ്പോൾ 2 മാസം കൂടി എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഷോപ്പിന്റെ പണി തീരാനല്ലേ? ഷോപ്പിന്റെ പണി തീരും അടുത്ത ആഴ്ച. അലങ്കാര മത്സ്യത്തിന്റെ ഉടനെ തന്നെ ഉണ്ടാവും. ഇത് ഈ വർക്ക് ഫുള്ള് ഫിനിഷ് ആയ അപ്പോൾ അത് തുടങ്ങും. ഉടൻ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യല്ലേ?
ഓക്കെ ഓക്കെ. കൈത്താങ് എന്ന കൂട്ടായ്മയുടെ കീഴിൽ ഇവിടെ രൂപം കൊണ്ട ഈ ഒരു സംരംഭത്തിന് നമ്മുടെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് നന്ദിയും പറയണം. ഇത്ര നേരം നമുക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാനും ഒരുപാട് സഹായ സഹകരണങ്ങൾ നമ്മൾക്ക് ഇവിടെ ഇവർ ചെയ്തു തന്നു. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന് മിഥുൻ സാറ്, പുള്ളി നമ്മളുമായിട്ട് സഹകരിച്ചു നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി നമുക്ക് അവരോടൊക്കെ രേഖപ്പെടുത്താനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഈ ഫാം കാണണമെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പ്രദേശത്ത് ഈ അടുത്തുള്ളവർക്ക് വന്ന് മീൻ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ഈ കൈത്താങ്ങിൻ്റെ ഭാരവാഹികൾ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാം. ഈ ഒരു പ്രവർത്തനത്തിന് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ പങ്കുവെച്ചതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് അത്. ഇതുപോലെ തന്നെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.